നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. തേങ്ങയുടെ പൊങ്ങ് വെച്ചിട്ടുള്ള ഒരു ഷേക്കാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് തേങ്ങയുടെ പൊങ്ങാണ്. ഈ പൊങ്ങ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഷേക്ക് ഉണ്ടാക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് 2 തേങ്ങയുടെ പൊങ്ങിടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽമാപ്പാൽ ഇതുപോലെ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്, ഐസാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അടിക്കാൻ എളുപ്പമുണ്ട്. ഇതുപോലെ കൂട്ടില് ഇതുപോലെ നമുക്ക് ഫ്രീസാക്കിയാൽ പിന്നെ അത് തല്ലി പൊട്ടിച്ച് ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് എളുപ്പമാർഗ്ഗമാണ്. ഐസ് ട്രേയിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും. പിന്നീട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിക്കാനും സൗകര്യമാണ്. പിന്നീട് ഇതിലേക്ക് ഇത് ഞാലിപ്പൂവൻ പഴമാണ്. ചെറിയ പഴമാണെങ്കിൽ 2 എണ്ണം ഇടാം, വലുതാണെങ്കിൽ 1 എണ്ണം ഇട്ടാൽ മതി. ഈ പഴം നല്ല രീതിയിൽ പഴുത്ത പഴമായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഷേക്കിന് ഒരു കറച്ചവ ഉണ്ടാവും പഴത്തിന്റെ. പിന്നീട് ഇതിലേക്ക് കാഷ്യൂനട്ട്, ഇതൊക്കെ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എത്ര വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ഇത് ബൂസ്റ്റാണ്. 1 സ്പൂൺ ബൂസ്റ്റ് ഇടുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അവരവരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ നമ്മൾ അടിച്ചെടുത്തതാ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 കൂട് മിൽമാപ്പാലിന് 2 തേങ്ങയുടെ പൊങ്ങെടുത്തു, 2 ചെറിയ ഞാലിപ്പൂവൻ പഴം എടുത്തു, നല്ല പഴുത്തത്. പിന്നീട് 1 സ്പൂൺ ബൂസ്റ്റ് എടുത്തു, കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തു, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകരാം. ഒരു 3/4 ഗ്ലാസ് ഒഴിച്ചാൽ മതി. ഇങ്ങനെ ഒഴുകി വീഴുന്ന കൺസിസ്റ്റൻസി ആയിരിക്കണം, എന്നാലേ നമുക്ക് സ്ട്രോയിൽ ഇട്ട് വലിച്ചു കുടിക്കുമ്പോൾ കിട്ടുള്ളൂ. പിന്നീട് ഇത് ഐസ്ക്രീം, അത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ്. 1 സ്കൂപ്പ് ഐസ്ക്രീം ഇടാം. പിന്നീട് കുറച്ച് കാഷ്യൂനട്ട്, അതുപോലെ തന്നെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഏതെങ്കിലും വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാം. ഇപ്പൊ ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇടുന്നത്. ഞാൻ അല്പം ബൂസ്റ്റും കൂടെ ഇടാം. ഇത് ഇട്ടില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ബൂസ്റ്റ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ തേങ്ങയുടെ പൊങ്ങ് വെച്ചിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ തേങ്ങയുടെ പൊങ്ങിന് നല്ല ഔഷധ ഗുണങ്ങളുണ്ടല്ലോ, അത് നമ്മൾ സാധാരണ കളയാറാണ് പതിവ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വളരെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. വേനൽക്കാലങ്ങളിൽ ഇത് കുടിക്കാനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.